നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളൂർ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 1/5/2026 വെള്ളിയാഴ്ച വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില മാറ്റമില്ല തുടരുകയാണ്. റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 249, RSS 5 255, ISNA 20 207, ലാറ്റക്സ് 60 ആഴ്ചയിൽ 159 രൂപ 55 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 249, RSS 5 245. ഇന്നത്തെ കൊച്ചി വിലയിൽ മാത്രം 1 രൂപയാണ് കൂടിയത്. സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. ഇന്ന് 1 ഗ്രാമിൻ്റെ മുകളിൽ 215, ഒരു പവന് മുകളിൽ 1720 രൂപയാണ് കുറഞ്ഞത്. 24 ക്യാരറ്റ് നോക്കുമ്പോൾ 15,038, 1 ഗ്രാം, ഒരു പവൻ 1,20,304 അതുപോലെ 22 ക്യാരറ്റ് 1 ഗ്രാം 13,785, ഒരു പവൻ 1,10,280 അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 11,279, ഒരു പവൻ 90,232 ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിയാകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. മെയ് 4 നിയമസഭയിലേക്കുള്ള റിസൾട്ട് അറിയുന്നത്. അതിൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പല മാധ്യമങ്ങളും പ്രവചിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രിയായി 3-4 പേര് വേണ്ട. അതിൽ ഒരാളാണ് KC വേണുഗോപാൽ, ACC ജനറൽ സെക്രട്ടറി. ആലപ്പുഴ MP-യുമായ KC വേണുഗോപാലിനെ തേടി പാർലമെൻറ്റിൽ നിന്നൊരു പ്രധാന പദവിയിലേക്ക് പോവുകയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായി വീണ്ടും നിയമിച്ചു. ലോകസഭാ സ്പീക്കർ ഓം ബിർളയാണ് ഇക്കാര്യം അറിയിച്ചത്. 2026-27 വർഷത്തേക്കാണ് ഈ നിയമനം. 15 ലോകസഭാ MP-മാരും 7 രാജ്യസഭാ MP-മാരും അടക്കം 22 അംഗങ്ങളാണ് ഈ കമ്മിറ്റിയിലുണ്ടാകുക. നേരത്തെ ഈ KC വേണുഗോപാൽ ഈ പദവി വഹിച്ചിരുന്നു. PAC ചെയർമാൻ പദവിയിലെത്തുന്ന 4ാമത്തെ മലയാളി കൂടിയാണ് KC വേണുഗോപാൽ. കേരളത്തിൽ നിന്ന് KCക്ക് മുന്നേ ജോൺ മത്തായി, KV തോമസ്, CM സ്റ്റീഫൻ എന്നിവരും PAC അധ്യക്ഷരായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ അന്തരീക്ഷത്തിൽ മുഴുകിക്കേൾക്കുന്ന മുഖ്യമന്ത്രി പദത്തിലേക്ക് 3-4 പേരുണ്ട്. അതിലൊന്നാണ് KC വേണുഗോപാൽ, 2 രമേശ് ചെന്നിത്തല, 3 VD സതീശൻ, K മുരളീധരൻ എന്നിവരുടെ പേരുകളൊക്കെയാണ് മുഴുകി കേൾക്കുന്നത്. എന്തായാലും നമുക്ക് റിസൾട്ടിനായി കാത്തിരിക്കാം. ജനകീയ റിസൾട്ട് മെയ് 4 12 മണിയാകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും. ജനകീയ റിസൾട്ടിനായി ഏവരും കാത്തിരിക്കുകയാണ്. DF പറയുന്നത് അവർക്ക് ഈ മാധ്യമ റിസൾട്ടൊന്നും വിശ്വാസമില്ല, എല്ലാം ജനങ്ങളിൽ അർപ്പിച്ചിരിക്കുകയാണ്. ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.